കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കൽ കൃത്യമായൊരു വിശകലനം ചെയ്യേണ്ട വിഷയമാണ്. നേമത്തെ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു. പക്ഷെ വളരെ പ്രയാസപ്പെട്ടാണ് ജയിച്ചത്. അവസാനം വോട്ടുണ്ട്, ആവശ്യത്തിന് വോട്ടുണ്ട്. എന്നാലും ഒരു 10-25,000 വോട്ടിനൊക്കെ ജയിക്കേണ്ടുന്ന ഒരു അത്രയ്ക്ക് പിൻബലമുണ്ട് അവിടെ. പക്ഷേ എന്നിട്ടും ലാസ്റ്റ് റൗണ്ട് വരെ ശിവൻകുട്ടിയണ്ണൻ നിന്നു. അവസാന ലാപ്പിലൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചത്. അത് വലിയൊരു സൂചനയായി ബി ജെ പി എടുക്കണം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വലിയ വോട്ട് അവിടെ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടി. കൗൺസിലർമാരുടെ തെരഞ്ഞെടുപ്പിനും അവിടെ നിന്ന് ഒരുപാട് കൗൺസിലർമാർ ബി ജെ പിക്ക് ഉണ്ടായി, ആ ഭാഗത്തുനിന്ന്, നിയമമണ്ഡലത്തിൽ നിന്ന്. എന്നിട്ടും ഈസി വാക്ക് ഓവർ ആയിരുന്നില്ല. ആദ്യം മുതൽ എല്ലാ റൗണ്ടിലും രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നില്ല ഫ്രണ്ടിൽ നിന്നത്. എന്നാലും അദ്ദേഹം ജയിച്ചു. കഴക്കൂട്ടത്ത് വി മുരളീധരൻ്റെതാണ് ഫോട്ടോ ഫിനിഷ്. അവസാനം 20 വോട്ടിന് വരെ ജയിച്ചു എന്നുള്ളതാണ്. 250 വോട്ടിന് ലാസ്റ്റിൽ തോറ്റു എന്ന് പറഞ്ഞ് RSSകാരും ബി ജെ പിക്കാരൊക്കെ കണ്ണിലടിച്ച് സങ്കടപ്പെടുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഒരുപാട് ട്രോളൊക്കെ കണ്ടതാണ്. അപ്പോഴാണ് വളരെ പെട്ടെന്ന് ആ 20 സീറ്റ് വോട്ടുമൊക്കെ മാറി 428 വോട്ടിലേക്ക് ഫോട്ടോ ഫിനിഷിലേക്ക് വന്ന് അവിടെ വി മുരളീധരൻ ജയിച്ചു. നിശബ്ദമായി ഒരു ബഹളവും റോഡ് ഷോയും ഒരു അട്ടഹാസവും നരേന്ദ്രമോദിയോ നിതിൻ ഭവനോ അല്ലെങ്കിൽ പിന്നെ അമിത്ഷായോ ആരും വരാതെ വളരെ നിശബ്ദമായി 3 തവണ കൊണ്ട് 15 വർഷം കൊണ്ട് 2 തവണ 10 വർഷം കൊണ്ട് വളരെ കൃത്യമായി ബി ഗോപകുമാർ അവിടെ നിന്ന് മത്സരിച്ചു. ചാത്തന്നൂർ ഇപ്പോൾ നിശബ്ദമായി അദ്ദേഹം ജയിച്ചു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ ബോർഡർ ചാത്തന്നൂർ കിടക്കുന്ന തിരുവനന്തപുരം കഴക്കൂട്ടം ചാത്തന്നൂർ തിരുവനന്തപുരം എന്ന് പറയും ഒരു ബെൽറ്റായിട്ട് നമുക്കെടുത്താൽ ഒരു പിന്നെ നേമത്തും കുറച്ച് കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ വോട്ടും പിടിച്ചിരിക്കുന്നു. കഴക്കൂട്ടത്തും കുറച്ച് കോസ്റ്റൽ ഏരിയ ഉണ്ട്, ചാത്തന്നൂരും കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളുടെ വോട്ടുകൾ ഉൾപ്പെടെ ബി ജെ പി 3 സീറ്റ് ബി ജെ പി പിടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 സീറ്റ് കൂടെ ബി ജെ പിക്ക് കിട്ടാമായിരുന്നു. കാരണം കാസർഗോഡ് അശ്വനി, പിന്നെ അതുപോലെ തന്നെ സുരേന്ദ്രൻ, പിന്നെ പത്മജ വേണുഗോപാൽ, പിന്നെ ശോഭാ സുരേന്ദ്രൻ, ഇങ്ങനെ 4-5 സീറ്റുകളിൽ അവർ 6 സീറ്റിലാണ് അവർ 2ാം സ്ഥാനത്ത് എത്തിയത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവർ ഇതിലധികം സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവർക്ക് 19% വോട്ട് കിട്ടിയിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 14% വോട്ട് കിട്ടി. ഇപ്പോൾ കണക്കുകൾ പറയുന്നതനുസരിച്ച് 11% വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ആ 3% വോട്ട് UDFിലേക്ക് പോയിരിക്കാനാണ് സാധ്യതയുള്ളത്. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബി ജെ പിക്ക് കേരളത്തിൽ വോട്ടില്ല. അതാദ്യം ബി ജെ പി മനസ്സിലാക്കുക. സംഘടനാപരമായി എടുത്താൽ ബി ജെ പിക്ക് കുറച്ച് RSSകാരും പിന്നെ കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന കുറച്ച് ബ്രാഹ്മൺസ്, ഇങ്ങനെ മുന്നോക്ക സമുദായക്കാർ, കുറച്ച് നായേഴ്സ്, ഇപ്പം CPM നിന്ന് വിട്ടു വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ഈഴവാസ്, പിന്നെ വളരെ കുറച്ച് നാമമാത്രമായിട്ടുള്ള ക്രിസ്ത്യൻസ്. ഇതാണ് ബി ജെ പിയുടെ വോട്ട്. അല്ലാതെ ബി ജെ പിക്ക് എന്ന് പറഞ്ഞൊരു വോട്ട് കേരളത്തിലില്ല. അപ്പോൾ നിങ്ങൾക്ക് വോട്ട് കിട്ടേണ്ടത് CPMനെയും കോൺഗ്രസിൻ്റെയും ആളുകളാണ് വോട്ട് ചെയ്യേണ്ടത്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യും. തരം കിട്ടിയാൽ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്ത് കളയും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. തരം കിട്ടിയാൽ, ഒരു ചാൻസ് കിട്ടിയാൽ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യും. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ മത്സരിച്ച് ആറന്മുളയിൽ അവർക്ക് തോന്നി അഫീൻ ബർക്ക് ജയിക്കുമെന്നൊരു ചാൻസ് വന്നപ്പോൾ ഒരുപാട് ഹിന്ദുക്കൾ അവിടെ വോട്ട് ചെയ്ത് കാണും, കൃത്യമായി വോട്ട് മറിച്ച് കാണും. അതുപോലെ സി പി ജോൺ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം വലിയ വോട്ടിന് ജയിച്ചു. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് CP ജോൺ ജയിക്കുന്ന നല്ലൊരു ക്യാരക്ടറാണെന്ന് തോന്നിയപ്പോൾ ജനങ്ങൾ അങ്ങോട്ട് വോട്ട് മറിച്ചു. അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസ് ആണോ BJP ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവർ 2 തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി നിൽക്കും. CPMനെ സംബന്ധിച്ചിടത്തോളം, CPMലെ ഈഴവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, നായർ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കളിക്കും. അതിൽ കുറേ വോട്ട്. അപ്പോൾ 2 ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് വേണം 3ാമത്തെ ടീമായി ബി ജെ പി കയറി വരാൻ. എങ്കിലും ബി ജെ പി അക്കൗണ്ട് തുറന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, 1 താമര 2 താമര 3 അക്കൗണ്ട് തുറന്നു. അത് 3 സ്ഥലത്താണ് പ്രധാനപ്പെട്ട 2 ജില്ലകളിൽ അക്കൗണ്ട് തുറന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമായ ഒരു പ്രശ്നമാണ്. 2 മുന്നണികൾക്കും അത് തലവേദന കൂടിയാണ്. കാരണം ഇതുപോലെ ഇന്ത്യയിൽ ബി ജെ പിയുടെ വളർച്ചയെന്ന് പറയുന്നത് 2ലും 3ലും ഒക്കെ തുടങ്ങി തന്നെയാണ്. കാരണം രാജ്യത്ത് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വാജ്പേയിയുടെ കാലത്ത് 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നാണ് 3ാമത്തെ തവണയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായി ബി ജെ പി മാറിയത്. ഇന്ത്യയിൽ അതുപോലെ മിക്ക സ്റ്റേറ്റുകളിലും, ഗുജറാത്തിൽ 10-11 സീറ്റ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ പിടിച്ചവരാണ് പിന്നെ സ്റ്റേറ്റ് തുടർച്ചയായി ഭരിക്കുന്നത്. അത് അങ്ങനെ ഓരോ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലാവട്ടെ,
ബംഗാളിൽ ആകപ്പാടെ 3-4 സീറ്റാണ് 2016-ൽ അവർക്ക് കിട്ടിയത്. 2011 ഒരു സീറ്റും ഇല്ലായിരുന്നു. 2016-ൽ 3-4 സീറ്റ് കിട്ടി. 2021-ൽ 77 സീറ്റ് കിട്ടി. ഇപ്പോഴിതാ 200 സീറ്റിലധികം ആയിട്ട് BJP അവിടെ ഭരിക്കാൻ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സംഘടന ഉണ്ടാക്കലും ഹോംവർക്ക് ചെയ്യലും, നിങ്ങൾ ഈ ജാതി മത സമവാക്യം വെച്ച് അതിൽ നിന്ന് കുറച്ച് വോട്ട് ഇങ്ങോട്ട് കിട്ടിയാൽ നമുക്ക് ജയിച്ച് കയറാം എന്ന് വിചാരിച്ചാൽ അതൊരു ഓസിലേറ്റിംഗ് വോട്ടാണ്. ആ ഓസിലേറ്റിംഗ് വോട്ട് വെച്ച് എപ്പോഴും സീറ്റുകൾ പിടിക്കാൻ കഴിയില്ല. ഇത് തുടർച്ചയായി 3 പ്രാവശ്യം നിൽക്കുന്നു BB ഗോപകുമാർ. അതിൻ്റെ ഒരു സിമ്പതിയുണ്ട്. മറ്റ് 2 കാൻഡിഡേറ്റും പുറത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ നാട്ടുകാരനൊരു വോട്ടെന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ സിമ്പതികളെ കൂടെ വർക്ക് ചെയ്തിട്ടാണ് BB ഗോപകുമാർ ജയിച്ചിരിക്കുന്നത്. അത് പക്ക പൊളിറ്റിക്കൽ വിജയമൊന്നും പറയാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ആ പക്ക പൊളിറ്റിക്കൽ വിജയമാണെങ്കിൽ ഇനി വോട്ടുകൾ പിടിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ആവുന്നില്ല. രാജീവ് ചന്ദ്രശേഖറും എൻ്റെ കാര്യം അങ്ങനെ 3 പേര് ജയിച്ചെങ്കിലും കേരളത്തിൽ BJP വലിയ ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ 19%-ൽ നിന്ന് 25% പിടിക്കുമെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ നിന്ന് പുറത്തു വരണം. നിങ്ങളുടെ നേതാക്കളെല്ലാം വമ്പന്മാരാണെന്നുള്ള ചിന്ത പുറത്തു വരണം. അത് വിട്ട് പുറത്തു വരണം. അത്ര വമ്പന്മാരല്ല. നിങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് വളരെ കൃത്യമായി പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ഭാഗമാവുകയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി BJPക്ക് ഒരു ഭാവിയുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം 3 സീറ്റ് പിടിച്ചു. നിങ്ങൾ സ്പേസ് ആയിട്ടുണ്ട് കേരളത്തിൽ. ഈ 3 സീറ്റും പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് 3 പേര് ജയിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ആയാലും മുരളീധരനായാലും BB ഗോപകുമാർ, അദ്ദേഹം MSc MA BEd ഒക്കെ ഉള്ള ആളാണ്, അധ്യാപകനായിരുന്നു, വളരെ പ്രമുഖനാണ്, നല്ല സാത്വികനായിട്ട് ഒരുപാട് വിവരമൊക്കെ ഉള്ള മനുഷ്യരാണ്. അപ്പോൾ ആ 3 പേർ ജയിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത പടികൾ കെട്ടാനുള്ളൊരു സാധ്യത കേരളത്തിൽ തുറന്നു വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടുത്തെ ജാതി സമവാക്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ എവിടെ നിന്നാണ്, ആരാണ് തരേണ്ടത് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളിലും, അതുപോലെ തന്നെ ജാതിയും മതവും വർഗവും ഗോത്രവും ഹിന്ദുത്വവും മുസ്ലിംത്വവും ക്രിസ്ത്യൻ റീച്ച് എന്നൊക്കെ പറഞ്ഞുള്ള അത്തരം കാർഡുകൾ, ജാതി കാർഡ് മത കാർഡ് ഒന്ന് ഇറക്കിയാൽ കേരളത്തിൽ ഓടില്ല എന്നുള്ളത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.